രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുതിച്ച് ഉയർന്നു. എന്നാൽ മാതൃകാപരമായ ഒരു നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. പെട്രോളിയത്തിൻ്റെയും അതുപോലെ ഡീസലിൻ്റെയും ഒക്കെ എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ ഗണ്യമായി കുറച്ചു. പെട്രോളിൻ്റെ തീരുവ 13 രൂപയിൽ നിന്ന് 3 രൂപയാക്കി. ഡീസലിൻ്റേത് പൂർണ്ണമായും ഒഴിവാക്കി. എണ്ണവിലയുടെ ഭാരം ജനങ്ങളുടെ മുകളിലാകാതിരിക്കാനാണ് നടപടി എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കുന്നത്. എക്സൈസ് നികുതി വെട്ടിക്കുറച്ചതുവഴി കേന്ദ്ര സർക്കാരിനുണ്ടാകുന്ന വരുമാന നഷ്ടം 1.7 ലക്ഷം കോടി രൂപയാണ്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൂർണ്ണമായി സജ്ജമാണ് ഇന്ത്യ എന്ന് വ്യക്തമാക്കുന്നു. ലോക്ക്ഡൗൺ ഉണ്ടാകുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുകയാണ് പെട്രോളിയം മന്ത്രി. കേന്ദ്ര സർക്കാരിൻ്റെ മാതൃക പിന്തുടർന്ന് സംസ്ഥാനങ്ങളും ഇന്ധന നികുതി കുറയ്ക്കാൻ തയ്യാറാകുമോ? ജനങ്ങളുടെ മുകളിൽ വന്നു വീഴാനിടയുള്ള ഭാരത്തിൻ്റെ പങ്കുവഹിക്കാൻ തയ്യാറാകുമോ സംസ്ഥാനങ്ങളും? അതോ സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാട്ടി പിന്മാറുമോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുകൊണ്ട് ഇന്ധനവില ചർച്ചയാകുന്നില്ല എന്ന ചോദ്യവും പൊതുവേദി ഉന്നയിക്കുകയാണ്.